ഭാരതാംബ വിവാദം അത് കൂടുതൽ ഇടങ്ങളിലേക്ക് എത്തുന്നു. തൃശ്ശൂരിൽ NSSന്റെ പരിപാടിയിലും ഭാരതാംബ വിവാദം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം കൂടി പരിപാടിയിൽ വെച്ചു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ കരയോഗ അംഗങ്ങൾ പരിപാടി തടയുകയായിരുന്നു. MS ലിഷോയ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. നമുക്ക് ആദ്യം ദൃശ്യങ്ങൾ കാണാം. എനിക്ക് പറയാതെ MS ലിഷോയാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ലിഷോ, ഇപ്പോൾ കരയോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയ പ്രതിനിധികൾ തന്നെ ഈ പരിപാടി തടഞ്ഞ് ആ കാവിക്കൊടി വെച്ച ഭാരതാംബയെ മാറ്റണമെന്ന് പറയാം. അപ്പോൾ ആദ്യം ഈ കാവിക്കൊടി ഏന്തുന്ന ഭാരതാംബയെ അവിടെ സ്ഥാപിച്ചത്, അവിടെ വെച്ചത് ആരാണ്? അതായത് ഈ കരയോഗത്തിൽ തന്നെ രണ്ട് വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. ഇത് കുഴൂരിലാണ് ഈ സംഭവം നടന്നത്. കുഴൂരിൽ ഇന്നലെ യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. NSS പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ അതിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചതാണ് വലിയ വിവാദത്തിന് വഴിവെച്ചത്. ഈ സമയത്ത് അതായത് മാള കുഴൂരിലുള്ള 2143 നമ്പർ തിരുമുക്കുളം കരയോഗം സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഈ സംഭവം ഉണ്ടായത്. അതിൽ ഈ ഒരു കരയോഗത്തിൽ തന്നെ RSSന്റെ പ്രവർത്തകരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. അവരാണ് ഇത് ചെയ്തതെന്നാണ്. പക്ഷേ ഇതിന്റെ ഈ പരിപാടിയുടെ തുടക്കം മുതൽ തന്നെ അതൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന ഒരു നില വന്നതോടുകൂടി പോലീസ് ഇക്കാര്യത്തിൽ പോലീസ് ഇടപെട്ടുകൊണ്ട് ആ ഒരു സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി പരിപാടിക്കുള്ള അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ ഒരു വിഭാഗം ആളുകൾ വിചാരിച്ചാൽ RSSന് NSS കരയോഗം തീരെഴുതി കൊടുക്കാനായി അനുവദിക്കില്ല എന്നുൾപ്പെടെയുള്ള പോസ്റ്ററുകളും സമീപത്ത് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ പരിപാടിയോട് അനുബന്ധിച്ച് ഇത്തരത്തിൽ ചില RSS പ്രവർത്തകർ കരയോഗത്തിന്റെ പ്രവർത്തനങ്ങളിൽ കടന്നു കയറുന്നു. അത് കരയോഗത്തിൽ പൂർണ്ണമായും ഇടപെടാൻ ശ്രമിക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവിടെയുള്ള മറ്റു പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്.